നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ അടിച്ചമർത്തിയതിൽ ഉത്തരവാദികൾ ആരായാലും അവർ മറുപടി പറയേണ്ടി വരും. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നതാണ് വർഷകാല സമ്മേളനത്തിൽ രാജ്യം കണ്ടത്. എന്നാൽ ഒന്നും മിണ്ടില്ലെന്ന നിലപാടാണ് ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും അന്ന് സ്വീകരിച്ചത്. പാർലമെന്റിൽ ഒരു ദിവസം പോലും വരാതെ ഒളിച്ചോടുകയാണ് ദില്ലിയുടെ ക്രമസമാധാന ചുമതലയുള്ള അമിത്ഷാ ചെയ്തത്. എന്നാൽ ഇനി അധികകാലം അങ്ങനെ ഒളിച്ചോടി നടക്കാനാകുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. അതിന് കാരണം സുപ്രീം കോടതിയാണ്. ഇക്കാര്യത്തിൽ ഒടുവിൽ കർശനമായ നിലപാടിലേക്ക് കടന്നിരിക്കുകയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി. പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് അതിക്രമം, ലൈംഗികാതിക്രമ പരാതികൾ എന്നിവ പരിശോധിക്കാൻ 5 അംഗ ഉന്നതതല സമിതിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മാല ബഗ്ചി, ബി മോഹന എന്നിവരുടെ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി മുൻ ജഡ്ജി ആർ സുഭാഷ് റെഡ്ഡി അധ്യക്ഷനായ സമിതിയിൽ പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് രവിശങ്കർ ഝാ, ദില്ലി ഹൈക്കോടതി മുൻ ജഡ്ജി ശാലിന്ദർ കൗർ, CBI മുൻ ഡയറക്ടർ ഋഷികുമാർ ശുക്ല, മേഘാലയ മുൻ DGP LR ബിഷ്ണോയ് എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ വിദ്യാർത്ഥികളുടെയും കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെയും വളരെ സുപ്രധാനമായ ഒരു ആവശ്യത്തിന് കൂടിയാണ് തീരുമാനമായിരിക്കുന്നത്. ജൂലൈ 20 നടന്ന പോലീസ് അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളും വീഡിയോകളും ഉന്നതതല സമിതിക്ക് കൈമാറാനുള്ള നിർദ്ദേശവും നൽകുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജന്തർ മന്ദിറിൽ നടന്ന CJP സമരത്തിനെതിരായ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചും സമരക്കാർ അക്രമം നടത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും സമിതി ഒരേ സമയം അന്വേഷിക്കും. അതായത് സമരം ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് സേനയും പാരാമിലിറ്ററിയും ആക്രമിച്ചോ, അവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ, കൂടാതെ വിദ്യാർത്ഥിനികൾ ഉന്നയിച്ചിരിക്കുന്ന ലൈംഗികാരോപണം എന്നിവയെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം. ഒപ്പം തന്നെ സമരക്കാർ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം തിരിച്ച് പോലീസിന് നേരെ നടത്തിയിട്ടുണ്ടോ, കൂടാതെ സമരത്തിനിടയിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നിവയും പരിശോധിക്കണം. സമരക്കാർ പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ പോലീസും ഭരണകൂടവും സമരക്കാരെ അക്രമികളാക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതുകൊണ്ടാണ് 2 വശവും അന്വേഷിക്കണമെന്ന നിലയിലേക്ക് കോടതി എത്തിയത്. സമരക്കാർക്കെതിരെ അക്രമം, പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെ നിരവധി കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസ് നടപടി നിയമപരമായിരുന്നോ അനിവാര്യമായിരുന്നോ എന്നതും ഈ സമിതി പരിശോധിക്കുമെന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ സമിതി സമർപ്പിക്കുന്ന റിപ്പോർട്ട് പ്രശ്നത്തെ സമഗ്രമായി വിലയിരുത്തുന്നതിന് തങ്ങൾക്ക് സഹായകമാകുമെന്ന ആത്മവിശ്വാസവും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പ്രകടിപ്പിക്കുന്നുണ്ട്. ദില്ലി ജന്തർ മന്ദിറിൽ CJP നടത്തിയ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അടുത്തിടെ വലിയതായി പിടിച്ചുലച്ച ഒന്നായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒടുവിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ ആ സമരം ചരിത്ര വിജയമായി മാറി. ജൂലൈ 20 പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങിയ ദിവസം CJP പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചോടെയാണ് സമരം സംഭവബഹുലമായത്. ഈ സമരത്തെ ദില്ലി പോലീസ് കണ്ണിൽ ചോരയില്ലാതെയാണ് അടിച്ചമർത്തിയത്. ടിയർ ഗ്യാസും പെല്ലറ്റ് ഗണ്ണും പ്രയോഗിച്ചു. ലാത്തിയിൽ ആണി ഘടിപ്പിച്ച് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു. ഇതൊന്നും പോരാഞ്ഞ് ലാത്തി ഉപയോഗിച്ച് പെൺകുട്ടികളെ ലൈംഗികമായി ആക്രമിച്ചു എന്ന ആരോപണങ്ങളും ഉയർന്നു. സമരക്കാരെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടി പോലീസ് എന്ന വ്യാജേന പുറമേ നിന്ന് ആളുകളെ ഇറക്കിയെന്ന ആരോപണവുമുണ്ട്. നിരവധി വിദ്യാർത്ഥികൾക്ക് പോലീസ് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഒരു പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഈ വിഷയം ഉയർത്തിയായിരുന്നു സമരവിജയത്തിന് ശേഷം കോൺഗ്രസും പ്രതിപക്ഷവും BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രാഷ്ട്രീയ ആക്രമണം നടത്തുന്നത്. സത്യത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് ആക്രമണത്തിൽ തുടക്കം മുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചത് രാഹുൽ ഗാന്ധി എന്ന നേതാവായിരുന്നു. മർദ്ദനമേറ്റ വിദ്യാർത്ഥികളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഉൾപ്പെടെ വിഷയം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ നിർത്താൻ രാഹുൽ ശ്രദ്ധിച്ചു. അമിത്ഷായ്ക്കെതിരെ രൂക്ഷമായി തുടർച്ചയായ വിമർശനം നടത്തി. പോലീസ് നടപടിക്ക് അമിത്ഷാ ഇടപെട്ടതിന് തന്റെ പക്കൽ തെളിവുണ്ടെന്ന് രാഹുൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന നിലപാടായിരുന്നു അമിത്ഷാ സ്വീകരിച്ചത്. എന്നാൽ ഇനി കാര്യങ്ങൾ അങ്ങനെയാകുമോ എന്ന് കണ്ടറിയേണ്ടി വരും. കാരണം രാജ്യതലസ്ഥാനം എന്ന നിലയിൽ ദില്ലിയുടെ ക്രമസമാധാന ചുമതല കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കാണ്, കേന്ദ്ര സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ അന്ന് നടന്ന പോലീസ് അതിക്രമങ്ങൾ അമിത്ഷാ അറിയാതെ പോകില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസും പ്രതിപക്ഷവും. ഉന്നതതല സമിതിയുടെ അന്വേഷണത്തിൽ പോലീസ് അതിക്രമം സ്ഥിരീകരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ആരിലേക്ക് ആരോപിക്കപ്പെടും എന്നതാകും ഏറെ പ്രധാനം.